ആരാണ് എടുത്തത്, കൃത്യമായിട്ട് ഈ ഫോട്ടോ ആരെടുത്തത്, അതൊന്നും ഓർമ്മിക്കാനുള്ള അവസ്ഥയായിരുന്നില്ല എനിക്ക് അന്ന്. ആ നിൽക്കുന്ന നിൽപ്പിൽ ഏതെങ്കിലും പോലീസുകാരൻ വന്ന് മൊളസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമോ എന്നുള്ള പേടിയിലായിരുന്നു ഞാൻ. ആരെങ്കിലും ഇപ്പോൾ വരുമോ എന്നെ തോണ്ടാൻ, എന്നെ പിച്ചാൻ, അടുത്തേക്ക് ഈ കമ്പീൻ്റെ അടുത്തേക്ക് വരാൻ പറയുക, നീ അജി ഇങ്ങോട്ട് വാ, അങ്ങോട്ട് അജിത്ത് അങ്ങോട്ട് വാ, അങ്ങോട്ട് വന്നിട്ട് കൊല്ലാനുള്ള ചങ്കൂറ്റൊന്നും അന്നത്തെ ഗവൺമെൻറ്റിന് ഉണ്ടായെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ വയനാട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും സ്റ്റാർക്കായിട്ടുള്ള ഒരു കാര്യം വെള്ളിയൂർക്കാവ് ഉത്സവമാണ്, മാനന്തവാടി. ആ ഉത്സവത്തിൽ അടിമക്കച്ചവടം സ്ഥിരമായിട്ട് നടന്നിരുന്നു എല്ലാ വർഷവും. അടിസ്ഥാനപരമായിട്ട് ഇന്നും നമ്മൾ കോളനിവൽക്കരിക്കപ്പെട്ട ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. നമ്മൾ ഭരിക്കുന്നത് ഇന്ന് കോർപ്പറേറ്റ്സാണ്. എന്നെ സ്വയം ഞാൻ പറയുന്നത് ഞാനൊരു മാർക്സിയൻ ഫെമിനിസ്റ്റാണ്. അപ്പോൾ സവർണ ഹിന്ദുത്വ ഫാഷിസം തന്നെയാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഓപ്പണായിട്ടും നടപ്പിലാക്കും, സെറ്റിലായിട്ടും നടപ്പിലാക്കും. സവർക്കർ ഫോട്ടോ പാർലമെൻറ്റിൽ വെച്ചിരിക്കുന്നു. അടിയന്തരാവസ്ഥയുടെ 10 മടങ്ങ് അടിയന്തരാവസ്ഥയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളതിൻ്റെ തെളിവുകളാണ്. കേരളത്തിൽ പുരോഗമനപരമായ ഇടമാണെങ്കിൽ എന്ന് പറയപ്പെടുമ്പോഴും പെട്രിയാർക്കി വളരെ സ്ട്രോങ് ആണ്. എല്ലാ പാർട്ടികളുടെ നേതൃത്വം നോക്കിയാലും നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഇവിടെ സ്വതന്ത്രയാവുന്നതിനേക്കാൾ പ്രശ്നം എന്താ പറയുക, സ്ത്രീകളുടെ നിലനിൽപ്പാ. ഈ കുങ്കുമം തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്കൊരു ഓണർ ഉണ്ട്. അത് നമ്മൾ ഡിക്ലെയർ ചെയ്യുക ലോകത്തോട്, എനിക്കൊരു ഓണർ ഉണ്ട്. ഏഷ്യാസ് ഫസ്റ്റ് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലേക്ക് സ്വാഗതം. മാഡിസം ഒരുക്കുന്ന ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഇരിക്കുന്നത് കെ അജിത. മലയാളിക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കല കലയ്ക്കു വേണ്ടി എന്ന് പറയുന്നത് പോലെ പോരാട്ടം പോരാട്ടത്തിനു വേണ്ടി എന്ന് പറയാനൊക്കുകയില്ല. എല്ലാ പോരാട്ടങ്ങളും അൾട്ടിമേറ്റായി ഒരു പുതിയ ലോകത്തെ സൃഷ്ടിക്കാനുള്ളതാണ്. റവല്യൂഷൻ എന്നോ വിപ്ലവമെന്നോ ആംഗലേയവൽക്കരിച്ചും മലയാളിവൽക്കരിച്ചുമൊക്കെ നാം അതിനെ പല നിലയിൽ വിശദീകരിക്കാറുണ്ട്. അങ്ങനെ നിരന്തര പോരാട്ടത്തിൻ്റെ പേരാണ് മലയാളിക്ക് കെ അജിത എന്ന് നമുക്കറിയാം. ഈ പടത്തിലെ പെൺകുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് സമീപകാലത്ത് അനിത തമ്പി എന്ന ഒരാൾ 5 പതിറ്റാണ്ട് മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ട നക്സൽ പ്രവർത്തനം നടത്തിയ ഒരു പെൺകുട്ടി പോലീസുകാരുടെയും ആൺകൂട്ടങ്ങളുടെയും നടുവിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ചിത്രത്തെ ചലനാത്മകമാക്കിക്കൊണ്ട് എഴുതിയ ചില വരികളുണ്ട്. ആ കവിത അജിതയെയും കേരളത്തെയും ഒക്കെ സൂചിപ്പിച്ച് അതിൻ്റെ ഒരു 3-ാം ഖണ്ഡത്തിലെത്തുമ്പോൾ എഴുത്തുകാരി തന്നെ അജിതയെ വിളിക്കുകയും കെട്ടകാലം നിരാശയുണ്ടോ എന്നൊരു വരി എഴുതുകയാണ്. ഞാൻ കവിത അവിടെ നിർത്തുകയാണ്. എൻ്റെ ചോദ്യം അതിനകത്ത് ഇല്ല, ആശ തീരുന്നില്ല എന്ന് കവിതയിൽ അജിത മറുപടി പറയുന്നുണ്ട്. ശരിക്കും ആശ തീർന്നോ, അല്ലെങ്കിൽ അതെങ്ങനെയാണ്? ആശ തീർന്നെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കില്ല. ഞാൻ എൻ്റെ വീട്ടിൽ ഒതുങ്ങി ആകെ ഡിപ്രഷനിലും ഒഴുകി. എനിക്ക് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളില്ല, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥനാ പുസ്തകങ്ങളൊന്നും എടുത്ത് എൻ്റെ സമയം കളയേണ്ട കാര്യമില്ല. ഞാൻ എത്ര ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലാണെങ്കിലും അതിനെ മറികടക്കാൻ ആദ്യഘട്ടത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ഡിപ്രഷൻ പലപ്പോഴും എന്നെ ബാധിച്ചിട്ടുണ്ട്, അതില്ല എന്നൊന്നും ഞാൻ പറയില്ല. ഞാനൊരു മനുഷ്യജീവി തന്നെയാണ്, ഞാനല്ലാതെ ഒരു അസാധാരണ ജീവിയൊന്നുമല്ല. ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ എന്നെ വളർത്തിക്കൊണ്ടുവന്ന സാഹചര്യങ്ങളാണ് എന്നെ പാകപ്പെടുത്തിയെടുത്തത് എന്ന് പറയേണ്ടി വരും. ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പോരാട്ടങ്ങളെല്ലാം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഘട്ടത്തിൽ എല്ലാ നിലയിലും അജിത എന്ന് പറയുന്ന ഒരാളെ ഇപ്പോഴും ആ ഘട്ടത്തിലൊക്കെ ആനന്ദിപ്പിച്ചിരുന്നു എന്ന് തന്നെയാണ്. പോരാട്ടം ആനന്ദിപ്പിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. പോരാട്ടം ഒരു ആനന്ദത്തിന് വേണ്ടിയിട്ടല്ല പോരാടുന്നത്. നമ്മൾ ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തിന് വേണ്ടി, സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള
ആദ്യം രാഷ്ട്രീയമായ വാർഫെയർ. അർത്ഥത്തിലാണ് ഞാൻ ആ പ്രയോഗം നടത്തിയത്. ആനന്ദം എന്നുള്ളത് രാഷ്ട്രീയമായ അർത്ഥത്തിൽ ചേർത്ത് വെച്ചതാണ്. പക്ഷേ എനിക്ക് അതിനോട് യോജിപ്പാണ്. സമൂഹത്തിലെ തിന്മകളോട് പോരാടിക്കൊണ്ട് പുതിയ നന്മകളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് പോരാട്ടം എന്ന് പറയുന്നത്, ഏത് പോരാട്ടവും. അപ്പോൾ ഞങ്ങൾ ഈ നക്സൽബാരി പ്രസ്ഥാനത്തിൽ ഞാൻ പ്രവർത്തിച്ചിരുന്ന കാലത്ത് കർഷക പ്രശ്നം എടുത്തുകൊണ്ട് ആണ് വയനാട്ടിലൊക്കെ നമ്മൾ പോകുന്നത്. കർഷകരുടെ ഭൂമി പ്രശ്നം, കുടിയേറ്റ കർഷകരുടെ ഭൂമി പ്രശ്നത്തിലൂടെയാണ് ഞങ്ങൾ വയനാട്ടിൽ കടക്കുന്നതെങ്കിലും അതിലൂടെ ഞങ്ങൾക്ക് ആദിവാസി വിഭാഗങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ജീവിത പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതും മാറ്റിയെടുക്കണമെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഞങ്ങൾ അന്ന് കാടിറങ്ങി നാട്ടിലേക്ക് വന്നത്, പോലീസിനാൽ പിടിക്കൽപ്പെട്ടത്. അപ്പം ഒരു ലക്ഷ്യമില്ലെങ്കിൽ ഈ പോരാട്ടം ഒന്നും സാധ്യമല്ല. ഇതിനകത്ത് അടുത്തത് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇതിനകത്ത് ഒരു ചിത്രമുണ്ട്. ഈ ചിത്രം കെ അജിതയും അമ്മ മന്ദാകിനി നാരായണനും, അല്ലെ മന്ദാകിനി നാരായണൻ അജിത എടുത്തുകൊണ്ടുള്ള ഒരു ചിത്രമാണ്. ആ ചിത്രത്തിൽ നിന്ന് ഞാൻ മറ്റൊരു ചിത്രത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഈ രണ്ട് ചിത്രങ്ങളും വെച്ച് നോക്കിയാൽ, ആ ചിത്രത്തിൽ നിന്ന് നമുക്ക് ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ, ഈ ചിത്രം എല്ലാവരും കാണുന്നുണ്ടാവും എന്ന് കരുതുന്നു. ആദ്യ ചിത്രം അമ്മയോടൊപ്പമുള്ള അജിതയുടെ ചിത്രമാണ്. അവിടെ നിന്ന് നമുക്ക് ഈ ചിത്രത്തിലേക്ക് വരുമ്പോൾ ഒരു കുടുംബ ചിത്രത്തിൻ്റെ, അല്ലെങ്കിൽ കേരളത്തിൽ ഇങ്ങനെ ഒരു ദൃശ്യം ഒരുപക്ഷെ നമ്മൾ മറ്റൊരാളിൽ നിന്ന് കാണുകയില്ല. ഇങ്ങനെ അമ്മയും അച്ഛനും മകളും ജയിലിൽ കിടക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ രാഷ്ട്രീയമായി പോരാടി ജീവിക്കേണ്ടതാണ് എന്ന് കരുതുന്ന, അല്ലെങ്കിൽ എന്ന് കരുതിയ ആളുകൾ വളരെ അപൂർവമാണ്. ഞാൻ ചോദിക്കുന്നത്, അമ്മ 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ബോംബെയിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് പങ്കെടുക്കുന്നു. അജിത കോഴിക്കോട് സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ കാലത്ത് ഒരു റേഷനറിയുമായി ബന്ധപ്പെട്ട ഒരു സമരത്തിലേക്ക് പങ്കെടുക്കുന്നു. പിന്നീട് നോക്കിയാൽ നമ്മളൊരു വലിയ ചരിത്രം കാണുന്നത് ഇങ്ങനെ ഒരു ജയിൽ മുറിയിലേക്ക് എത്തുന്നതിൻ്റെ ഒരു ചിത്രമുണ്ട്. ആ രണ്ട് അമ്മയും മകളും ഒരേ കാലത്തെ, രണ്ട് ചരിത്ര കാലഘട്ടത്തിലാണെങ്കിലും ഒരേ പ്രായത്തിൽ ഇങ്ങനെ ഇറങ്ങിയ ആ ജീവിതത്തെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അതിനെ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്കത് വളരെ പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം ഞാൻ ഒരു വിപ്ലവകാരിയായിട്ട് ജനിച്ച ഒരാളല്ല, സാധാരണ ഒരു പെൺകുട്ടിയായിട്ട് ജനിച്ചതാണ്. ഒരു കൂട്ടുകുടുംബത്തിലാണ് ഞാൻ വളർന്നു വന്നത്. അതിൻ്റേതായിട്ടുള്ള എല്ലാ നന്മയും തിന്മയും എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പിന്നെ അച്ഛൻ കോഴിക്കോട്ടുകാരനായ ഒരു തീയ്യനാണ്, അമ്മയാണെങ്കിൽ ഒരു ബ്രാഹ്മണ സ്ത്രീയാണ്. ഗുജറാത്തിലെ ബ്രാഹ്മണ സ്ത്രീ ആണെങ്കിലും വളർന്നത് ബോംബെ നഗരത്തിലാണ്. അപ്പം ഗുജറാത്തിലെ അന്നത്തെ സാഹചര്യങ്ങളും ബോംബെയിലെ അന്നത്തെ സാഹചര്യങ്ങളും വ്യത്യാസമുണ്ട്. അന്ന് ബോംബെ തൊഴിലാളി വർഗത്തിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നു. ജോർജ് ഫെർണാണ്ടീസ്, അതുപോലെ ഇതിപ്പോൾ ഞാൻ പോയ കാലത്താണ്. എന്നാലും അതിനു മുമ്പ് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം വളരെയധികം ശക്തിപ്പെട്ട ഒരു സ്ഥലമാണ് ബോംബെ. അപ്പോൾ അവിടുത്തെ അന്തരീക്ഷത്തിൽ അമ്മയും അമ്മയുടെ സഹോദരങ്ങളും ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ അമ്മ പിന്നെ ഫ്രണ്ട്സ് ഓഫ് സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞ ഒരു കൂട്ടത്തിൽ, ഒരു സംഘടനയിൽ പ്രവർത്തിച്ചു. അങ്ങനെയാണ് അച്ഛനെ പരിചയപ്പെടുന്നതെന്നൊക്കെ ചരിത്രത്തിൽ ഉണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. എൻ്റെ അമ്മയെപ്പറ്റി ഇപ്പോൾ ഈ അടുത്തിറങ്ങിയ ഒരു പുസ്തകമുണ്ട്, മന്ദാകിനി നാരായണൻ, 1925, 2006. അമ്മയെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് വഴിയെ പറയാം. എനിക്ക് ഈ ചിത്രത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇത് ഒരു ആധികാരികമായ ഒരു രേഖയാണ്, സർക്കാരിൻ്റെ തന്നെ മീഡിയ അക്കാദമി ഇറക്കിയ പുസ്തകം. ഇതിനകത്ത് ഈ ചിത്രം മാനന്തവാടി
പോലീസ് സ്റ്റേഷനകത്തുള്ള ഈ ചിത്രം ഉള്ളത് കൊണ്ടാണ് അജിത ജീവനോടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ, അതിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ, അതായത് ഈ ചിത്രം എടുത്ത ആളല്ല അല്ലെങ്കിൽ അച്ചടിക്കപ്പെട്ടത് എന്ന്, ഇത് ടി നാരായണൻ എന്ന് പറഞ്ഞ ആൾ എടുത്തതാണ്. യഥാർത്ഥത്തിൽ ഈ ഫ്ലാഷ് ആരുടേതായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? ഇതിനകത്ത് ഇത് ഈ ഞാൻ വർഷങ്ങൾ ടി നാരായണൻ തന്നെ ഞാനും കേട്ടത് കുറേ വർഷങ്ങൾക്ക് ശേഷം. പക്ഷേ മറ്റൊരു തർക്കം ഞാൻ കേൾക്കുകയുണ്ടായി. അത് ഒരു അരവിന്ദാക്ഷൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു തരത്തിലിൻ്റെ ബന്ധുവൊക്കെയാണ്. അദ്ദേഹമാണ് ഈ ഫോട്ടോ എടുത്തതെന്ന് മാനന്തവാടി പോലീസ് സ്റ്റേഷനിലെ ഫോട്ടോസ്. പക്ഷേ നാരായണേട്ടനെയും ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ, രണ്ടുപേര് കണ്ടിട്ടുണ്ട്. അപ്പം ആരാണ് എടുത്തത്, കൃത്യമായിട്ട് ഈ ഫോട്ടോ ആരെടുത്തത്, അതൊന്നും ഓർമ്മിക്കാനുള്ള അവസ്ഥയായിരുന്നില്ല എനിക്ക്. അന്ന് ആ നിൽക്കുന്ന നിൽപ്പിൽ ഏതെങ്കിലും പോലീസുകാരും വന്ന് മൊളസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമോ എന്നുള്ള പേടിയിലായിരുന്നു ഞാൻ. അതായത് ഞാൻ ചെന്ന ഉടനെ തന്നെ എൻ്റെ കാലിന് മുകളിൽ ലാത്തി വെച്ച് അമർത്തി കാലെല്ലാം കൂടി ഒരു വിരലൊരു തള്ളവിരലാകെ ചോര കല്ലിച്ച് കുറേ മാസങ്ങൾക്ക് ശേഷമാണ് അത് മാറിയത്. അപ്പോൾ പലതരത്തിൽ എന്നെ വേദനിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പേരാവൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് എന്നെ സഖാക്കളെ കൊണ്ട് അടുപ്പിക്കുന്നു, അങ്ങനെ ഒരു കുത്തി ഇരുന്നും കൊണ്ടാണ് അടുപ്പിക്കുന്നത്. അപ്പോൾ ആ ഇരുന്ന ഇരിപ്പിൽ പലരും എന്നെ ചവിട്ടി ഇതാക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കൂട്ടിൻ്റെ അകത്ത് നിൽക്കുന്നത്, ഇവരിങ്ങനെ തെറി പറയുന്നുണ്ട് എന്നോട്. പോലീസുകാർ മുഴുവൻ തെറി പറയാം. ഞാൻ ജീവിതത്തിൽ കേൾക്കാത്ത തരത്തിലുള്ള എന്താ പറയുക, അത്രയ്ക്കും പ്യുവർ തെറികൾ എന്നോട് പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഷോക്കിലായിരിക്കുന്നത്. അപ്പോൾ ഇത് ആരെങ്കിലും ഇപ്പോൾ വരുമോ എന്നെ തോണ്ടാൻ, എന്നെ പിച്ചാൻ, അടുത്തേക്ക് ഈ കമ്പീൻ്റെ അടുത്തേക്ക് വരാൻ പറയുക, നീ അജി ഇങ്ങോട്ട് വാ, അജിത്ത് അങ്ങോട്ട് വാ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരില്ല. ഞാൻ എങ്ങനെയാണ് ഒളിക്കാൻ കിട്ടുന്നത് വെച്ചാൽ അങ്ങനെയൊക്കെ ഒളിച്ചു നിന്നുകൊണ്ടാണ് അവരെ നേരിട്ടത്. ഇതുകൊണ്ടാണ്, ഈ ഫോട്ടോ കൊണ്ടാണ് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടത് എന്നൊക്കെ. അല്ലെങ്കിൽ വർഗീസിനെ പോലെ എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ടുപോയി കയ്യിൽ തോക്ക് തിരികെ അതായത് സംഭവിച്ചേക്കും എന്ന് പറഞ്ഞു കേട്ടില്ല. ഈ ഫോട്ടോ മാത്രമല്ലല്ലോ, പല ഫോട്ടോകൾ വന്നിട്ടില്ലേ. അപ്പൊ ഞാൻ പിടിക്കപ്പെട്ടത് തന്നെ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞിട്ടുണ്ട്. അടയ്ക്കാത്തോട്ടിൽ വെച്ച് പിടിച്ചത് തന്നെ റേഡിയോയിൽ കൂടെ വന്നിട്ടുണ്ട്, പിന്നെ പത്രങ്ങളിൽ പിറ്റേ ദിവസം വന്നിട്ടുണ്ട്. അല്ല, എന്നെ കൊല്ലണമെന്ന് പോലീസ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്കറിയാലോ, ഒരാളെ ഏറ്റുമുട്ടലിൽ കൊല്ലുന്ന കഴിഞ്ഞാൽ ഒരു തുമ്പില്ലാതാക്കാൻ പോലീസ്. പക്ഷെ അന്ന് ഇടതുപക്ഷ ഗവൺമെൻറ് ആയിരുന്നു, EMSന്റെ കീഴിലുള്ള ഗവൺമെൻറ് ആയിരുന്നു. അപ്പോൾ അന്നത്തെ ഹോം മിനിസ്റ്റർക്ക് തോന്നുന്നു ബിച്ചിബാവയാണോ അതോ EMSന്നെയാണ് ഹോം മിനിസ്റ്റർ. ബിച്ചിബാവ ജയിൽ മന്ത്രിയാണ്, ഗൗരിയമ്മ റവന്യൂ മന്ത്രി. അപ്പോൾ ഈ ഇടതുപക്ഷത്തിൻ്റെ അകത്ത്, പാർട്ടിക്കകത്ത് ഭയങ്കരമായ തർക്കം ഉണ്ടായിരുന്നു, എന്നെ ഒന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ LDF എന്ന് പറഞ്ഞിട്ട് നമ്മളെ CPI ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ CPI ആണ് വളരെയധികം ഓപ്പണായിട്ട് ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് മുന്നോട്ട് വന്നത്. ഇതിൻ്റെയൊക്കെ സാഹചര്യത്തിൽ പോലീസിനെ കണ്ടിനെ അല്ലെങ്കിൽ കൊല്ലാൻ, ഏതായാലും എനിക്ക് തോന്നുന്നു കൊല്ലാനുള്ള ചങ്കൂറ്റൊന്നും അന്നത്തെ ഗവൺമെൻറ്റിന് ഉണ്ടായെന്ന് തോന്നുന്നില്ല. മാതൃഭൂമിയും മനോരമയും എന്നെ ഒരു പിന്നെ ചമ്പൽ താഴ്വരയിലെ കൊള്ളക്കാരിയെ മാതിരിയാണ് ചിത്രീകരിക്കുന്നത്. പിന്നെ ഇംഗ്ലീഷ് പത്രങ്ങൾ ഗ്ലാമർ ഗേൾ ഓഫ് നക്സലൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പത്രക്കാരുടെ സപ്പോർട്ട് കൊണ്ടാണ് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കില്ല. പക്ഷെ അന്ന് ജനങ്ങൾക്ക് ഞങ്ങളോട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അന്നത്തെ പോരാട്ടങ്ങളൊക്കെ പിന്നീട് മനുഷ്യാവകാശ പോരാട്ടങ്ങളൊക്കെ ആയി മാറുകയും അജിതയുടെ ജീവിതം സ്ത്രീ വിഷയങ്ങളിലേക്കൊക്കെ മാറുന്നു. പക്ഷെ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അനിതാ തമ്പിയുടെ കവിതയിൽ അന്ന് പോലീസ് ബാനറ്റുകളുടെ ആ ഇടയിൽ ഉയർന്നു നിൽക്കുന്ന ആ സ്ത്രീ ചരിത്രത്തിലേക്ക് സഞ്ചരിക്കുകയും മുതിരുകയും അതോടൊപ്പം വളർന്ന ഒരു കേരളത്തിലെ സ്ത്രീ സമൂഹമൊക്കെയുണ്ട്. യഥാർത്ഥത്തിൽ അന്നത്തെ ഒരു കേരളത്തിൽ നിന്ന് ഇന്ന് ഏറ്റവും പുതിയ കാലത്തിലേക്ക് നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് ഒരു തീരാത്ത പ്രശ്നങ്ങൾ എന്ന് തോന്നിയിട്ടുള്ളത്? അല്ലെങ്കിൽ എന്തൊക്കെ പുതിയ കേരളത്തിലേക്ക് വളർന്നിട്ടുണ്ട്, പക്ഷെ എന്തൊക്കെ വളർന്നു, എന്തൊക്കെ പുതിയ പ്രശ്നങ്ങൾ അതിനോടൊപ്പം വളർന്നു എന്നൊക്കെ കാണുമ്പോൾ എങ്ങനെയൊക്കെയാണ് തോന്നുന്നത്?
അന്നത്തെ കേരളം അല്ല ഇന്ന് കേരളം എന്ന് ഉറപ്പാണ്. അതെ. കാരണം അന്നത്തെ കാലത്ത് അന്നത്തെ ഗവൺമെൻറ്റുകളൊന്നും തന്നെ ഒരു പരിഷ്കരണ പരിപാടികളും നടത്തിയിട്ടില്ല. അതായത് പിന്നെ പെൻഷൻസ് കൊടുക്കുക, അതായത് ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾ. അത് പിന്നീടാണ് ഈ ഇത്തരം സംഭവങ്ങളും ഈ അതായത് പട്ടിണി ദാരിദ്ര്യം എന്ന് പറയുന്നത് വളരെ കൂടുതലുണ്ടായിരുന്ന ഒരു പ്രത്യേക ഘട്ടമായിരുന്നു അത്. മാത്രമല്ല ജന്മിത്വം, വയനാടൻ പ്രദേശങ്ങളിലൊക്കെ അവിടുത്തെ ഭൂമിയുടെ അവകാശികളായിട്ടുള്ള ആദിവാസികളെ എത്രയോ വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് ബ്രിട്ടീഷുകാരും അവരോടൊപ്പം കുടിയേറ്റക്കാരും വന്ന് അവരെ എല്ലാവരും കൂടി ഭൂമിയിൽ നിന്ന് പുറത്താക്കുന്നു. ഈ ആദിവാസികൾ ചേരികളിലാണ് പിന്നെ താമസിക്കുന്നത്. ചേരികളിൽ, കോളനികളിലൊക്കെ താമസിക്കുന്നത് ആദിവാസികൾ മാത്രമല്ല, ദലിതരും. വയനാട്ടിലെ കാര്യം പറയുമ്പോൾ ആദിവാസികളാണ്, പക്ഷെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ദലിതർ. ഇവരെല്ലാം തന്നെ ഒരു കാലത്ത് ഭൂമിയിൽ അധ്വാനിച്ചവരും നാട്ടിലെ പിന്നെ ഭക്ഷണം ഉണ്ടാക്കിയവരും ഒക്കെയാണ്. ഭക്ഷണമായിരുന്നല്ലോ അന്നത്തെ ഫുഡ് അഗ്രികൾച്ചർ ആയിരുന്നു ഏറ്റവും പ്രധാനം. ഭക്ഷ്യ പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, നെല്ല്, അതുപോലെയുള്ള കാര്യങ്ങൾ. ഈ മൊത്തം എനിക്ക് ഒരുപാട് അക്കാര്യത്തിൽ പറയേണ്ടി വരും. ഈ വികസന പിന്നെ പദ്ധതികൾ തന്നെ മാറി, അതിൻ്റെ അപ്രോച്ച് തന്നെ മാറി. അതായത് ആദിവാസികളെ സംബന്ധിച്ച് അവരെ ഒരു മൂലക്കാക്കി കുടിയേറ്റ കൃഷിക്കാരാണ് പിന്നീട്. കുടിയേറ്റ കൃഷിക്കാരല്ല, യഥാർത്ഥത്തിൽ ജന്മിത്വമാണ്. അപ്പോൾ ഞങ്ങൾ വയനാട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും സ്റ്റാർക്കായിട്ടുള്ള ഒരു കാര്യം വെള്ളിയൂർക്കാവ് ഉത്സവമാണ്, മാനന്തവാടി. ആ ഉത്സവത്തിൽ അടിമക്കച്ചവടം സ്ഥിരമായിട്ട് നടന്നിരുന്നു എല്ലാ വർഷവും. അതായത് ആദിവാസികളെ കുടുംബങ്ങളൊന്നായിട്ട് അടിമകളാവുക. ആധുനിക കേരളത്തിലാണ് നടന്നത്. അതെ. ആധുനിക കേരളം എന്ന് പറയുന്ന അതിൽ തന്നെയാണ് നടന്നത്. ഈ അടിമക്കച്ചവടം എന്ന് പറഞ്ഞാൽ ആദിവാസികൾക്ക് ജന്മിയുടെ ഭൂമിയിലൊരു സ്ഥലം കിട്ടും. ആ സ്ഥലം കിട്ടിയിട്ട് നിങ്ങൾ ഇവിടെ കാടാണ്, ഈ കാട് വെട്ടിത്തെളിച്ച് നിങ്ങൾ കൃഷിഭൂമിയാക്കണം എന്ന് പറയും. ഇത് വളരെ എന്താ പറയുക, അതൊക്കെ നമുക്ക് നമ്മളെ ഓർമ്മക്കുറിപ്പുകളിലും ഇതിലൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഇന്നും ആദിവാസികൾ അതേ ഘട്ടത്തിൽ തന്നെയാണ്. ആദിവാസികൾ ചേരികളിൽ തന്നെയാണ്. ആദിവാസികൾക്ക് ഭൂമി മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല ഏത് സർക്കാർ വന്നാലും. ഇപ്പോൾ ഒരു സർക്കാർ എന്ന് പറയുക പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ VS അച്യുതാനന്ദനൊക്കെ ഭരിച്ചിരുന്ന സമയത്ത് ഞങ്ങളിപ്പോൾ ഉള്ള കുറച്ച് ആൾക്കാരെങ്കിലും അച്യുതാനന്ദനും അതിന് സപ്പോർട്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ രണ്ടാം ഭൂപരിഷ്കരണം വരണം. പക്ഷേ അത് തീവ്രവാദികളാണ് ഞങ്ങളെന്ന് പറഞ്ഞിട്ട് മുദ്രകുത്തപ്പെടുകയും പാർട്ടിക്കകത്ത് VSൻ്റെ ആൾക്കാർ ഒറ്റപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഞാൻ പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഇന്നും നമ്മൾ കോളനിവൽക്കരിക്കപ്പെട്ട ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. നമ്മൾ ഭരിക്കുന്നത് ഇന്ന് കോർപ്പറേറ്റ്സാണ്. ജന്മിത്വം അവസാനിച്ചു, പക്ഷേ പുതിയ തരത്തിലുള്ള മുതലാളിത്ത കോർപ്പറേറ്റ് ഭരണമാണ്. ടൂറിസം വികസനമാണല്ലോ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. എന്തുകൊണ്ട് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നില്ല? ഭക്ഷ്യോൽപാദനം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. നെല്ലിനൊക്കെ എത്ര പിന്നെ നമ്മൾ ശീലം ഇതായിപ്പോയി എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ നെല്ല് കൃഷി ചെയ്യുന്നു എന്നല്ലാതെ നെല്ല് കൃഷി ചെയ്യാൻ ആരും മുൻകൈ എടുത്ത് മുന്നോട്ട് വരില്ല. ആ ഭൂമി എന്തെങ്കിലും കെട്ടിടം വെച്ച് അവിടെ ഒരു ടൂറിസ്റ്റ് റിസോർട്ട് ഉണ്ടാക്കി അവിടെ കുറച്ച് ആൾക്കാരെ വരുത്തി, ഇതൊക്കെ തന്നെ. അതായത് ഉൽപാദന മേഖല കംപ്ലീറ്റ്, കാർഷികോൽപാദനം പ്രത്യേകിച്ച് ക്യാഷ് ക്രോപ്സിൻ്റെ മേഖലയായി മാറിയിട്ടുണ്ട്. റബ്ബർ, കാപ്പി, തേയില, ഈ എസ്റ്റേറ്റുകൾ, ഹെക്ടർ കണക്കിന് ഭൂമിയുള്ള എസ്റ്റേറ്റുകൾ, അതൊക്കെ തന്നെ വിചാരണം ചെയ്താൽ നമ്മൾ ആദിവാസികൾക്ക് ആ ഭൂമി മതി. എല്ലാ കാലത്തും ഇത്തരം മനുഷ്യാവകാശ പ്രശ്നങ്ങളുമായി ഉയർത്തിക്കൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലെ ആളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഇന്ത്യക്കകത്ത് തന്നെ ഇപ്പോൾ ഉമർ ഖാലിദൊക്കെ അകത്താണുള്ളത്. ഉമർ ഖാലിദ് അകത്ത് അങ്ങനെ ഒരുപാട് ആളുകൾ മനുഷ്യാവകാശ പ്രവർത്തകരെ പല നിലയിൽ ജയിലിൽ അടക്കപ്പെടുകയും അങ്ങനെയൊക്കെ ചരിത്രത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനിലാണെങ്കിൽ കഴിഞ്ഞ 2 വർഷം മുമ്പ് നർഗീസ് മുഹമ്മദി നോബൽ പ്രൈസ് കിട്ടിയവരാണ്, ജയിലിനകത്താണുള്ളത്. അപ്പോൾ ഇത് ഒരു അജിതയിലേക്ക് നോക്കിയാലും അതിപ്പോഴും തുടരുകയാണ് ലോകത്ത് എന്ന് തോന്നുന്നത്. എങ്ങനെയാണ്
ഇതിനെ ഇപ്പം നോക്കിക്കാണുന്നത്? ആ ഒരു കാലത്ത് നിന്ന് ഏറ്റവും പുതിയ കാലത്ത് നിന്നും ഇത് പുതിയ കാലത്ത് ഇതൊക്കെ പറഞ്ഞാലും നമ്മൾ എന്തിനോടാണ് ഫൈറ്റ് ചെയ്യുന്നത് എന്നതിനെപ്പറ്റി നമുക്കൊരു ക്ലാരിറ്റി വേണം. അപ്പം ഞാൻ ഇപ്പോൾ സ്ത്രീ വിമോചന മേഖലയിലാണ് നിൽക്കുന്നത്. പക്ഷെ അതേസമയം എന്നെ സ്വയം ഞാൻ പറയുന്നത് ഞാനൊരു മാർക്സിയൻ ഫെമിനിസ്റ്റാണ്. അല്ലാതെ ജസ്റ്റ് ഒരു ഫെമിനിസ്റ്റുകൾ ശരിക്കും പറയുന്നത് ലുക്കിംഗ് അറ്റ് ദ വേൾഡ് ത്രൂ വിമൻസ് ഐസ് എന്നാണ്. അപ്പോൾ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും സ്ത്രീകളുടെ കണ്ണിലൂടെ കാണുക എന്നുള്ള, സ്ത്രീപക്ഷ നിലപാടെടുക്കുക എന്നുള്ളതാണ് ഫെമിനിസം എന്ന് പറയുന്ന ആ വിഭാഗം. അതാണ് എൻ്റെ കാഴ്ചപ്പാട്, അതാണ്. അപ്പോൾ എല്ലാ പ്രശ്നത്തിനെ പറ്റി നമുക്ക് നിലപാട് വേണം. കുടുംബം എന്ന നിലയിൽ ഒരു അജിത എന്ന് പറയുന്ന ഒരാൾ അല്ലെങ്കിൽ ഭാവന ചെയ്യുന്ന ഒരു കുടുംബഘടന എന്താ ശരിക്കും ജനാധിപത്യത്തിൽ? ഞാനോ? ഒരു കുടുംബം എന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോന്നെല്ലാം വിപ്ലവവൽക്കരിക്കണം എന്ന് കരുതി പ്രായത്തിൽ ഇറങ്ങുന്ന ഒരാളാണ്. കുടുംബം എന്ന് പറയുന്ന ഇപ്പോൾ നിലവിലുള്ള പരമ്പരാഗത സങ്കല്പങ്ങളെ ഞാൻ എതിർക്കും. അതായത് കുടുംബം, ഒരച്ഛൻ, തലക്കാരനവരായുള്ള അച്ഛൻ, അതായത് ഒരു എന്താ പറയുക, പെട്രിയാർക്കൽ ഫാമിലി. അച്ഛന് മുൻതൂക്കം കൊടുക്കുന്ന, അല്ലെങ്കിൽ അച്ഛന് അധികാരം കൊടുക്കുന്ന, അധികാരസ്ഥാനത്ത് അച്ഛനാണ് അവിടെ, തീരുമാനങ്ങൾ എടുക്കുന്നൊക്കെ അച്ഛനാണ്. അമ്മ അയാൾക്ക് അടിയിൽ, മക്കള് അയാൾ പറഞ്ഞു കേൾക്കുക. ഇങ്ങനെയുള്ള ഒരു കുടുംബഘടനയെ പൊളിച്ചെഴുതണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം പിന്നെ ഈ പെട്രിയാർക്കൽ സ്ട്രക്ചർ കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ബേസിക്കലി ഒരു സ്ത്രീയുടെ അടിമത്വം എന്ന് പറയുന്നത് സെക്ഷൽ ഡിവല്യൂഷൻ ഓഫ് ലേബറിലാണ്. അതായത് വീട്ടിനകത്തെ 24 hours പണി എടുത്താലും ഇന്നത്തെ സ്ത്രീ പുറത്തു പോയി പണിയെടുക്കണം, ആ പൈസ മുഴുവൻ ഭർത്താവിന് കൊണ്ടു കൊടുക്കണം എന്നുള്ള ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ അജിത എന്ന് പറയുന്ന ഒരാൾ ഇറങ്ങുന്ന സമയത്തെ ആ കേരളം, ഈ കേരളത്തിൽ പാട്രിയാർക്കി സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും കുടുംബത്തിൽ? അതൊക്കെ മാറ്റം ഉണ്ടായിട്ടില്ലേ ഇപ്പോൾ? അതൊക്കെ ഈ പറയുന്ന മാറ്റം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാൽ, മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഈ കേരളത്തിലെ സ്ത്രീ പ്രസ്ഥാനങ്ങളുടെ, ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒക്കെ പോരാട്ടങ്ങൾ കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ തനിയെ ഉണ്ടായിരുന്നില്ല, അതൊന്നും തനിയല്ല. അപ്പോഴും ഞാൻ ചോദിക്കുന്നത്, പെണ്ണായി ജനിച്ചു എന്ന കാരണം കൊണ്ട് ഇപ്പോഴും എന്താ പറയുക, ഐഡന്റിഫൈ ചെയ്യപ്പെടാതെ തന്നെയാണ് കേരളത്തിലെ പെൺകുട്ടികൾ, സ്ത്രീകൾ ഭൂരിപക്ഷവും ജീവിക്കുന്നതെന്നാണോ വിചാരിക്കുന്നത്? അതായത് ഞാൻ എന്ന, അല്ലെങ്കിൽ എൻ്റെ ഉള്ളടക്കം ഇങ്ങനെ ഒരു പാട്രിയാർക്കിക്ക് അകത്താണ് നിർവചിക്കപ്പെടുന്നത് എന്ന് ഭൂരിപക്ഷവും ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ലേ കേരളത്തിൽ? ഇത്രയും സമീപകാലത്ത് ചെറുപ്പക്കാർ കുറെയൊക്കെ തിരിച്ചറിയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പുതിയ തലമുറ, പഴയ തലമുറയിൽ ഇപ്പോഴും മാറ്റങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. മിഡിൽ ക്ലാസ് ഒക്കെ കുറെ, അല്ല മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകള്, പിന്നെ പല ഇതിലും, പിന്നെ ഈ ഓഫീസിലൊക്കെ പോകുന്ന ജോലിക്കാർ മാത്രമല്ല, ഏറ്റവും അടുത്തിട്ടുള്ള വിഭാഗങ്ങളും ഇപ്പോഴും സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ച് അവെയറാണ്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ചെറുക്കുന്നതിനെ കുറിച്ച് അവെയറാണ്. ഇപ്പൊ ഡൊമസ്റ്റിക് വയലൻസ് ഏറ്റവും വലിയ പീഡനമാണ് സ്ത്രീകൾക്കെതിരായിട്ടുള്ളത്. ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം ഞാൻ ഏറ്റെടുക്കുന്ന ഒരു പ്രധാന മുദ്രാവാക്യം എന്ന് പറയുന്നത് പിന്നെ സീറോ ടോളറൻസ് ടു ഡൗറി എന്നാണ്. സീറോ ടോളറൻസ് ടു ഡൊമസ്റ്റിക് വയലൻസ് എന്ന് ആയിരുന്നു നമ്മളെ കേരള വിഷൻ 31 എന്ന് പറഞ്ഞ കേരള ഗവൺമെൻറ്റിൻ്റെ വിമൻ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പരിപാടിയിൽ അവർ ഉന്നയിച്ചത്, മന്ത്രിയും. അപ്പം ഞാനതിന് ഇങ്ങനെയൊരു തിരുത്തല്ല, അഡീഷൻ ആക്ച്വലി സീറോ ടോളറൻസ് ടു ഡൗറി എന്ന് വേണം. നമ്മുടെ സംഘടന സേ നോ ടു ഡൗറി, സേ നോ ടു ഡൊമസ്റ്റിക് വയലൻസ് എന്ന മുദ്രാവാക്യം ഈ പ്രാവശ്യം സീരിയസ് ആയിട്ട് എടുക്കണം. അതിനുവേണ്ടി ക്യാമ്പയിൻ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ അജിതേച്ചിയുടെ അമ്മ എഴുതിയ, ജയിലിലായിരുന്നപ്പോൾ അമ്മ എഴുതിയ ഒരു കത്ത് കുറച്ച് വായിക്കുകയാണ്. 1971 എഴുതിയതാണ്. എൻ്റെ പ്രിയപ്പെട്ട മകളെ, ജയിലിൽ നിന്നെ കണ്ട് പോന്നതിന് ശേഷം ഞങ്ങൾക്ക് അസാധാരണമായ സന്തോഷവും ഉത്തരവാദിത്വവും അനുഭവപ്പെടുന്നു. നിന്നെക്കുറിച്ച് ഇവിടെ എല്ലാവരും അന്വേഷിക്കുന്നു, നന്മകൾ ആശംസിക്കുന്നു. ഉന്നതമായ ആദർശങ്ങൾക്ക് വേണ്ടിയാണ് നീ അഴികൾക്കുള്ളിലായതെന്ന് അറിയുന്നവർക്കെല്ലാം വിഷമമുണ്ട്. അച്ഛൻ നിനക്കെഴുതിയ കത്തിൽ നിറയെ തത്വശാസ്ത്രമാണ്, എൻ്റേതിൽ സാഹിത്യവും.
ആ കത്ത് അവസാനിപ്പിക്കുന്നത് കുറച്ചുകൂടി ഉണ്ട്. കത്ത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അമ്മ തുടങ്ങിയ പോരാട്ടമാണ് എന്നറിയാം. കത്ത് ചുരുക്കും മുമ്പ് നിന്നെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഈ ലോകം നിൻ്റേതാണ്, ഞങ്ങളുടേതും. അന്തിമമായി അത് നിൻ്റേതാണ്. എന്തും അതിജീവിക്കാനുള്ള കരുത്തും ഊർജ്ജസ്വലതയുമായി യൗവന തീഷ്ണതയിൽ നിൽക്കുന്ന നീ പ്രഭാതത്തിലെ സൂര്യനെ പോലെയാണ്. ഞങ്ങളുടെ പ്രതീക്ഷകൾ നിന്നിൽ അർപ്പിക്കുന്നു. ഈ ലോകം നിനക്കുള്ളതാണ്. ഇന്ത്യയുടെ ഭാവി നിൻ്റേത് കൂടിയാണ്. ആ ഇന്ത്യയുടെ ഭാവി നിൻ്റേത് കൂടിയാണ് എന്ന് പറഞ്ഞ് 71 എഴുതിയ കത്തിൽ നിന്ന് പുതിയ ഈ ഇന്ത്യയിലേക്ക് ആരുടെ ഭാവിയാണ് എന്ന് ചോദിക്കുമ്പോൾ ഈ കത്തിനെ വെച്ചുകൊണ്ട് അന്ന് അമ്മ പറഞ്ഞ ആ ഭാവിയിലാണ് ഇന്ന് നിൽക്കുന്നത്. എന്താണ് ഇന്നത്തെ ഇന്ത്യ അനുഭവിക്കുമ്പോൾ തോന്നുന്നത് രാഷ്ട്രീയമായി? രാഷ്ട്രീയമായി അത് ഇന്ത്യ വളരെ ആഗ്രഹിച്ച ഭാവിയിലാണോ എത്തിപ്പെട്ടത്? അല്ല, അത് അമ്മ ഉദ്ദേശിച്ചത് വേറെയാണ്. അതെ, തീർച്ചയായും അമ്മ ഉദ്ദേശിച്ചത് ഇതൊന്നും ഇന്ത്യയുടെ ചരിത്രത്തിന്റെ കാര്യമൊന്നുമല്ല. അതെ, നിങ്ങളുടെ കയ്യിലാണ് ഇന്ത്യയുടെ ഭാവി എന്നാണ് പറഞ്ഞത്. എവിടെയാണ് നിൽക്കുന്നത് എന്നാണ് നമ്മുടെ ഇന്ത്യയുടെ ഭാവി എന്ന് പറയുന്നത്. ഈ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ വളരെ ഭീകരമാണ്. ഏറ്റവും ഇരുളടഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ സവർണ ഹിന്ദുത്വ ഫാഷിസം തന്നെയാണ് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഓപ്പണായിട്ടും നടപ്പിലാക്കും, സെറ്റിലായിട്ടും നടപ്പിലാക്കും. ഈ രണ്ട് രീതിയിലും ഹിന്ദുത്വം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. കടന്നു കയറാൻ ശ്രമിക്കുന്നുണ്ട്. അത് പലയിടത്തും അവർ വിജയിക്കുന്നുമുണ്ട്. ഈ ഒരു അവസ്ഥ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ കണ്ടില്ലേ, PM ശ്രീയും മറ്റേ NEPയും എല്ലാം വരുമ്പോൾ, ഈ NEP എന്ന് പറഞ്ഞാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ സ്ത്രീകളില്ല, ട്രാൻസ്ജെൻഡേഴ്സ് ഇല്ല, ആദിവാസികളില്ല, ന്യൂനപക്ഷങ്ങളില്ല, അവരൊന്നും വിഷയമല്ല എന്നാണ് പറയുന്നത്. പിന്നെ ഏറ്റവും ഭീകരമായിട്ടുള്ളത് സവർക്കർ ഫോട്ടോ പാർലമെൻറ്റിൽ വെച്ചിരിക്കുന്നു. ഇതൊക്കെ അടിയന്തരാവസ്ഥയുടെ 10 മടങ്ങ് അടിയന്തരാവസ്ഥയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളതിൻ്റെ തെളിവുകളാണ്. കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്കിങ്ങനെ പറയാനുള്ള, ഇങ്ങനെ പറഞ്ഞാൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ നമ്മൾ UAPA പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. പക്ഷേ ഇപ്പോഴും അത് ചെയ്യില്ല എന്നൊന്നും പറയണ്ട. നമുക്ക് കേരള ഗവൺമെൻറ്റും ചെയ്തിട്ടുണ്ടല്ലോ ചികിത്സിക്കുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇതിന് ചികിത്സയല്ലല്ലോ, ഇതിൽ വേണ്ടത് വിപ്ലവം തന്നെയാണ്. ബഹുജന പ്രക്ഷോഭങ്ങളാണ്, ബഹുജന പ്രസ്ഥാനങ്ങളാണ്, ജനകീയ ബദൽ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരണം എല്ലാ വിഭാഗങ്ങളിൽ നിന്നും. ഇങ്ങനത്തെ, അതായത് ഈ പറഞ്ഞ അഭിപ്രായത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ പല ഭാഗങ്ങളിലായിട്ട് പല പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലരും ജയിലിനകത്തുമാണ്. ഉമർ ഖാലിദ് ഇപ്പൊ കഴിഞ്ഞ, അതെ, അത് കേരള സംസ്ഥാനത്തിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഇന്ത്യയുടെ വ്യാപകമായിട്ട് ഈ പറയുന്ന അല്ല, ഒരു ഇന്ത്യയെ സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ അജിതേച്ചി പറയുന്ന പോലത്തെ ഒരു ഇന്ത്യയെ സമത്വപൂർണ്ണമായ ഇന്ത്യയെ സൃഷ്ടിക്കാൻ നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ പൊക്കിപ്പിടിച്ച് ഉള്ള ഒരു പോരാട്ടങ്ങൾ ഭരണകൂടം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് പ്രതീക്ഷ നൽകുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. പ്രതീക്ഷ നൽകുന്നുണ്ടോ? പ്രതീക്ഷ നമുക്ക് ഏറ്റവും അടിസ്ഥാന വിഭാഗങ്ങളിൽ തന്നെയാണ് പ്രതീക്ഷ. ഈ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ അവർ ഒന്നിച്ച് വരണം. അവർ എല്ലാ മേഖലയിലുള്ളവർ ഒരു ബദൽ മൂവ്മെൻറ്റിന് വേണ്ടി ഒന്നിച്ച് വരേണ്ട ഒരു കാലഘട്ടം ഉണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിപ്പം മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഒളിവിലൊക്കെ നടക്കുന്നുണ്ടാവാം പലതും. ഞാൻ ഈ മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിനെ കുറിച്ചല്ല പറയുന്നത്. ഇപ്പോൾ എല്ലാ സാഹചര്യങ്ങളും, ഇപ്പോൾ സ്ത്രീകളുടെ മൂവ്മെൻറ്റ്, ഇപ്പോൾ കേരളത്തിൽ തന്നെ 3 തരത്തിലുള്ള മൂവ്മെൻറ്റുകളുണ്ട് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള. ഒന്ന് തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനം, അധികാരത്തിൽ 33% സംവരണം എന്നുള്ളത് പാസ്സാക്കിയിട്ട് നരേന്ദ്രമോദി ഗവൺമെൻറ് പാസ്സാക്കിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പാണ്. ആ പാസ്സാക്കിയതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? സ്ത്രീകളുടെ വോട്ട് കിട്ടുക. കാരണം അത് ഈ തവണ നടപ്പിലാക്കൂല എന്ന് അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ബില്ല് പാസ്സാക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, സെൻസസ് കഴിയണം. 2011 കഴിഞ്ഞതാണ് നമ്മുടെ സെൻസസ്. പിന്നെ 2021 കോവിഡ് ആയതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ 26 ഇപ്പോൾ രണ്ടാമത് വന്നിട്ട് ഒരു സെൻസസ് നടത്തിയിട്ടില്ല. പിന്നെ ഈയിടെ ലോക്സഭാ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ടും അതൊന്നും നടക്കുന്നില്ല.
പിന്നെ മണ്ഡല പുനർനിർണയം കഴിയണം. ഈ രണ്ടും കഴിഞ്ഞാൽ ഈ ബില്ല് നടപ്പിലാകൂ എന്നാണ് പാസ്സാക്കുമ്പോൾ തന്നെ അവർ പ്രഖ്യാപിച്ചത്. അപ്പോൾ അത് തന്നെ നമുക്ക് തരാതിരിക്കാനുള്ള ഒരു ആർഗ്യുമെൻ്റ് ആയിട്ടാണ് സ്ത്രീകൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ ശക്തമായി വരുന്നൊരു മൂവ്മെൻ്റാണ് തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അത് ഞങ്ങൾക്ക് പ്രാതിനിധ്യം 50% വേണം, എങ്കിലും 33% ബില്ലെങ്കിലും നടപ്പിലാകണം. പിന്നെ മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ മെമ്പർഷിപ്പിൽ ലീഡർഷിപ്പിൽ 33% സ്ത്രീകളെ എടുക്കണം. അതെന്തുകൊണ്ടാണ് നമ്മുടെ ഒരു സൊസൈറ്റിക്കകത്ത് സ്ത്രീ പ്രശ്നം ഇത്രയും കാലമായി ഉന്നയിക്കപ്പെടുമ്പോഴും നമ്മുടെ നിയമസഭക്കകത്തോ പാർലമെന്റിനകത്തോ ഒന്നും, അല്ലെങ്കിൽ പുരോഗമനപരമായ ഒരിടമാണ് നമ്മുടെ കേരളം എന്ന് പറയുമ്പോൾ പോലും സ്ത്രീകളുടെ സാന്നിധ്യത്തിൽ രാഷ്ട്രീയത്തിൽ കേരളത്തിൽ പുരോഗമനപരമായ ഇടമാണെങ്കിൽ എന്ന് പറയപ്പെടുമ്പോഴും പെട്രിയാർക്കി വളരെ സ്ട്രോങ് ആണ്. എല്ലാ പാർട്ടികളുടെ നേതൃത്വം നോക്കിയാലും നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ആ പെട്രിയാർക്കി വിട്ടിട്ട് കളിയില്ല ഇവരാരും. അതിനെങ്ങനെയാണ് അപ്പോൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് 50%-ലധികം സ്ത്രീകളെ അത് നിർബന്ധിതമായിട്ട് അവർ നിയമം വന്നുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. ഏതായാലും അങ്ങനെയെങ്കിലും സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അധികാര സ്ഥാനങ്ങൾ. പക്ഷെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അധികാരമുണ്ടായാൽ അത് നിയമം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നിയമസഭയിലും പാർലമെന്റിലും വന്നാൽ മാത്രമേ അധികാരത്തിൽ പങ്കാളിത്തം വരുള്ളൂ. അധികാര പ്രക്രിയകളിൽ സ്ത്രീ ശരിക്കും സ്വതന്ത്രയാവുന്ന സ്ത്രീകളുടെ അവകാശങ്ങൾ ഇവിടെ സ്വതന്ത്രയാവുന്നതിനേക്കാൾ പ്രശ്നം എന്താ പറയുക, സ്ത്രീകളുടെ നിലനിൽപ്പാണ്. സ്ത്രീകൾ വളരെ പല തരത്തിലും ആക്രമിക്കപ്പെടുകയാണ്. അവരുടെ നിലനിൽപ്പാണ് നമുക്ക് പ്രശ്നം. ആ നിലനിൽപ്പിനെതിരായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സമരത്തിൽ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. സ്ത്രീകളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട എന്താ പറയുക ഇടങ്ങൾ. അതുമായി ബന്ധപ്പെട്ടാണ് അജിതേച്ചിയുടെ 90-കൾക്ക് ശേഷമുള്ള ഇടപെടലൊക്കെ പലതരം പീഡനങ്ങൾ തന്നെ ഉയർത്തിക്കൊണ്ടുവരികയും അന്ന് നിശബ്ദയായിരുന്ന ആളുകൾക്കൊക്കെ നാക്കായിട്ടും വാക്കായിട്ടും അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ഇന്ന് കുറച്ചുകൂടി ഊർജ്ജസ്വലമായി നമുക്കറിയാം. സിനിമാ മേഖലയിൽ നിന്ന്, മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന്, മീറ്റു മൂവ്മെന്റ്, അങ്ങനെ പല ഇടങ്ങൾ ഈ തുടർച്ചകൾക്കിടയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഉണ്ടാക്കിയതിൻ്റെ ഇങ്ങേ അറ്റത്ത് നിന്നാണ് ആത്മവിശ്വാസം ആർജിച്ചിട്ടുണ്ടാവുക. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഇതിനെ കാണുന്നത്? ഈ പറയുന്ന സ്ത്രീകളുടെ മീറ്റു പിന്നെ സ്വാതന്ത്ര്യ ഇടപെടൽ. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പ്രവർത്തിച്ചിട്ട് എവിടെ എത്തിയെന്ന് വെച്ചാൽ ഇതൊക്കെ അതിൻ്റെ ഫലങ്ങളായിട്ടാണ് ഞങ്ങൾ. ഇപ്പം മീറ്റു മൂവ്മെൻറ്റും WCC ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിന്നെ എന്തൊക്കെയെല്ലാം, പക്ഷേ ഒരു മാത്രമല്ല നൽകുന്നുണ്ടോ ശരിക്കും അതെല്ലാം ഫലം? അതായത് ഇപ്പം കേരളത്തിൽ ഒരുപാട് സെക്സ് റാക്കറ്റ് കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു കേസിന്റെ ആളാണ്. ഈ കേസുകളെല്ലാം കോടതിയിൽ പരാജയമാണ്. എന്നിട്ടും സ്ത്രീകൾ മുന്നോട്ട് വരുന്നുണ്ടല്ലോ. ഈ മീറ്റു മൂവ്മെന്റില് സ്ത്രീകൾ മുന്നോട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് WCC വന്നു. അതായത് ആരും പറച്ചിൽ നിർത്തുന്നില്ല, ഞങ്ങൾ തോറ്റാലും ഞങ്ങൾ മിണ്ടാതിരിക്കുന്നില്ല. ഇപ്പൊ ഭാവന തന്നെ നമുക്കറിയാലോ, അതിപ്പോൾ ഭാവനയുടെ പേര് എടുക്കണമെങ്കിൽ എടുക്കാം. അവളിപ്പോഴും ഫൈറ്റിൽ ഉറച്ചു നിൽക്കുകയാണ്. അവളോട് വളരെ അനീതി കോടതിയും കാണിച്ചു എന്ന് അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിട്ടും അതവിടെ നിർത്തിവെക്കുകയല്ല ചെയ്യുന്നത്, ഞാൻ തുടരും തന്നെ ഈ ഫൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ ക്രിസ്ത്യൻ മഠത്തിൽ നിന്നുള്ള അവരെ സിസ്റ്റർ റാനിറ്റ് അതിനേക്കാളും വിപ്ലവമാണ് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ. കാരണം ഭാവനയുടെ അവസ്ഥ എന്നല്ല ഈ സ്ത്രീകൾക്ക്, ഈ സിസ്റ്റർമാർക്ക്, അതും മഠത്തിലെ ഏറ്റവും അധികാര സ്ഥാനത്തുള്ള ഉയർന്ന സ്ഥാനത്തുള്ള ഒരു ബിഷപ്പിൻ്റെ കയ്യിൽ നിന്നാണ് ഇതൊക്കെ അവർ പ്രശ്നങ്ങൾ നേരിട്ടത്. എന്നിട്ട് അവർക്ക് ഇതുവരെ അത് പുറത്ത് പറഞ്ഞില്ല, അവർ മുഖവും കാണിച്ചില്ലായിരുന്നു. പക്ഷെ മുഖം കാണിക്കാൻ അവർ ധൈര്യപ്പെട്ട് മുന്നോട്ട് വന്നിട്ട് അവർ പറയാണ് ഞങ്ങൾ പോരാട്ടം തുടരും. ഞങ്ങളല്ല കുറ്റക്കാര്, ഞങ്ങളാണ് ആക്രമിക്കപ്പെട്ടവർ, ഞങ്ങൾക്കാണ് നീതി ലഭിക്കേണ്ടത്, ഞങ്ങൾക്കാണ് ഈ സമൂഹത്തിൽ ഓപ്പണായിട്ട് നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം ചെയ്യേണ്ടത്. അല്ലാതെ ആണുങ്ങൾ ഇപ്പോൾ ഈ ചെയ്ത ആണുങ്ങൾ മുഴുവനും സ്വതന്ത്രമായിട്ട് നടക്കുകയാണ്. അവർക്കൊന്നും യാതൊരു ലജ്ജയില്ല. ആ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ചിരിക്കണ ചിരി കണ്ടാൽ ആര് തൊടാൻ പോകുന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവർക്കെതിരെ വരുന്ന കേസുകൾ ശരിയോ തെറ്റോ അല്ലെങ്കിൽ നിയമപരമായി പരിഹരിച്ചിട്ടില്ലെങ്കിലും വേറെ നിലയിൽ കൂടുതൽ
കരുത്താർജിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾ പെൺകുട്ടികൾ കാര്യങ്ങൾ തുറന്നു പറയാൻ. അപ്പോൾ അവർക്ക് എന്തായാലും സമൂഹത്തിൽ കുറേ സ്ത്രീകളെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നുള്ളത് അവർക്കറിയാം. കുറേ മനുഷ്യാവകാശ പ്രവർത്തകരും ഉണ്ട്. ഒരു നീതി സംഭവിക്കാൻ വേണ്ടിയിട്ട് അന്ന് കാട്ടിൽ കയറി നടത്തിയ ഒരു പോരാട്ടവും ഇന്ന് നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടവും ഒന്ന് തോക്കാൽ മറ്റത് വാക്കാൽ എന്ന് പറയാവുന്ന തരത്തിൽ കാണാവുന്നതാണ്. ഇതിലേതാണ്, അല്ലെങ്കിൽ ഇത് രണ്ടും ആവശ്യമുണ്ടാകാം ഒരുപക്ഷെ, ഇതിലേതാണ് പ്രശ്നം പരിഹരിക്കുക കൂടുതൽ സാധ്യത എന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ നോക്കുമ്പോൾ? അല്ല, അത് ഞാൻ പറയുന്നത് ഞാൻ അതിൻ്റെ അകത്തുള്ളതുകൊണ്ടല്ല. ഓരോ രാജ്യത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിലും ബഹുജന പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ചില ബഹുജന പ്രക്ഷോഭങ്ങൾ അക്രമാസക്തമായിട്ടുണ്ട്. ഭരണം പിടിച്ചടക്കുന്ന രീതിയിലൊക്കെ പോയിട്ടുണ്ട് പല രാജ്യങ്ങളുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്തരം വിപ്ലവകരമായ മൂവ്മെന്റ്സ് ഉണ്ടാവൂല എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും ഞാൻ ആളല്ല. ഞാനിപ്പോൾ നമുക്കിപ്പം എന്തായാലും ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിച്ച് കിട്ടുന്ന അവകാശങ്ങളാണ് ഞങ്ങൾ നേടിക്കൊടുക്കാൻ ശ്രമിക്കുന്നത്. അതിന് പോലും ആളില്ല ഇവിടെ. ജനാധിപത്യപരമായ റൈറ്റ്സിന് ഇപ്പം ഡൊമസ്റ്റിക് വയലൻസിൻ്റെ എത്ര കേസുകളാണ് അന്വേഷണയിൽ വരുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ശരിക്കും അവിടെ വരുന്ന ഓരോ കേസിൻ്റെയും കഥ അറിഞ്ഞാൽ മൂക്കത്ത് വരല്ലോ. ഇത് കേരളത്തിൽ നടക്കുന്നതാണോ, അല്ല കോഴിക്കോടുണ്ടോ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥയിലുള്ള കേസുകൾ ഞങ്ങളടുത്ത് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് അതിനെപ്പറ്റി പോലീസിൽ പരാതി കൊടുത്താൽ അതൊന്ന് കേസെടുപ്പിക്കണമെങ്കിൽ FIR ഇടിക്കണമെങ്കിൽ ഞങ്ങൾ അന്വേഷിച്ച് ഇടപെടണം, അല്ലെങ്കിൽ FIR ഇടൂല. അവർ വിവാഹമെന്ന് സംബന്ധിച്ച് പെൺകുട്ടികളോട് അജിതേച്ചിക്ക് എന്താ പറയാൻ? വിവാഹം എന്നൊരു കൺസെപ്റ്റിനെ പറ്റി ഈ ഇപ്പോഴത്തെ വിവാഹ സമ്പ്രദായത്തെ ടോട്ടലായിട്ട് എതിർക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എതിർക്കണം. മതവും ജാതിയും സമ്പത്തും ഇത് മൂന്നുമാണ് വിവാഹം എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. ഈ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും താല്പര്യമല്ല, കുടുംബങ്ങളാണ് തീരുമാനിക്കുന്നത്. കച്ചവട കരാറാണ്. അത് പക്ഷേ നല്ല രീതിയിൽ മാറിക്കഴിഞ്ഞില്ലേ ഇപ്പോൾ? സ്വയം സെലക്ട് ചെയ്യുന്ന അതൊക്കെ പറയുന്നതാണ്. അപ്പോഴും സ്ത്രീധനം ഒരു വിഷയമാണ്. അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ത്രീധനം ഒരു വിഷയം തന്നെയാണ്. സ്ത്രീധനം ഇല്ലാണ്ട് ഒരു പെണ്ണ് ഒരു വീട്ടിൽ ചെന്നാല് എന്ത് പ്രണയമാണെങ്കിലും രക്ഷയില്ല. ഒരു ഡോക്ടർ മരിച്ചില്ലേ ഈയിടെ, ആത്മഹത്യ ചെയ്തില്ലേ? സ്ത്രീധനം കൊടുക്കാനില്ല എന്ന് പറയുന്നതിന്റെ പേരില്. അപ്പൊ അത്രമാത്രം വളരെ ഡീപ്പ് റൂട്ടഡ് ആണ് ഈ സമ്പ്രദായം. അതിനെ വേരോടെ കളയണം. വിവാഹം എന്ന് പറയുന്നത് നിങ്ങൾ ലിവിങ് ടുഗദർ ആണോ, അല്ലെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ മാരേജ് ജീവിക്കുന്നതാണോ എന്നൊക്കെ എന്തുകൊണ്ട് മുതിർന്ന സ്ത്രീ പുരുഷന്മാർക്ക് തീരുമാനിച്ചൂടാ? അവർ തീരുമാനിച്ചോട്ടെ. ഈ സമ്പത്തുമായിട്ട് ബന്ധപ്പെടുന്നത് എന്തിനാണ്? രണ്ട് വ്യക്തികളല്ലേ യോജിച്ചു വരുന്നത്? വ്യക്തികൾക്കല്ലേ കുടുംബജീവിതം വേണ്ടത്? ആ വ്യക്തികൾ തീരുമാനിച്ച് അവർ ജീവിക്കട്ടെ. അവർ സ്വന്തം സ്ട്രഗിൾ ചെയ്ത് പിന്നെ ജോലി നേടട്ടെ, ജീവിക്കട്ടെ. രണ്ട് സ്വതന്ത്ര വ്യക്തികൾ തമ്മിൽ ഒരു കരാർ, കുടുംബങ്ങൾ തമ്മിലുള്ള കരാർ എന്തിനാണ് വിവാഹത്തിന്? ഞാൻ പറയും സ്ത്രീധനം എന്ന് പറയുന്നത് ഡബിൾ അടിമത്തത്തിന്. ഇപ്പോൾ ഒരു കല്യാണത്തിൽ സ്ത്രീധനം നിശ്ചയിക്കുന്ന പ്രശ്നമൊക്കെ ഉണ്ട്. സ്ത്രീധനം ശരിക്കും അതിൻ്റെ ഒരു കൺസെപ്റ്റ് ആലോചിച്ച് നോക്കുക. നമ്മൾ പുരുഷന് കുറേ സ്വർണവും കൺസ്യൂമർ ഐറ്റംസും എല്ലാം കൊടുക്കുന്നു കല്യാണത്തിന്. അത് കഴിഞ്ഞ് നമ്മൾ ആ വീട്ടിൽ ചെന്നാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ നമ്മളെ കേരളീയർ വളരെ അതിഥികളെ സൽക്കരിക്കാൻ ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരാണ് അല്ലേ? ഒരു അതിഥിയാണെങ്കിൽ അവരെ എങ്ങനെ തൃപ്തിപ്പെടുത്താം, എങ്ങനെ സന്തോഷിപ്പിക്കാം ഇതിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യുന്ന ആൾക്കാരാണ്. അത് നല്ല കാര്യമാണ് ഒരു കേരളീയരെ സംബന്ധിച്ച്. പക്ഷേ ഒരു പെൺകുട്ടി തൻ്റെ വീട്ടിലേക്ക്, തൻ്റെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗമാകാൻ വരികയാണെങ്കിൽ എന്താ കേരളീയരുടെ ആറ്റിറ്റ്യൂഡ്? അവൾ എത്ര സ്വർണം കൊണ്ടുവന്നു? അപ്പം തന്നെ ഫസ്റ്റ് ഡേ തന്നെ കല്യാണ പന്തലിൽ ഇറങ്ങുമ്പോൾ അവളെ കഴുത്തിൽ എത്രയാണ് സ്വർണം എന്നാണ് ഓരോരുത്തരും നോട്ട് ചെയ്യുന്നത്. അവരെ ഓരോ വീട്ടിലും ഇതിൽ പങ്കെടുത്ത ഓരോ വീട്ടിലുമുള്ള ഡിസ്കഷൻ അതാണ്. അന്വേഷണം ഏറ്റവും കൂടുതൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും ഒരുപക്ഷെ ഇത്തരം കേസായിരിക്കും അല്ലേ? സ്ത്രീധനം. ഡൊമസ്റ്റിക് വയലൻസ് ആണ്, അല്ല സ്ത്രീധനമാണ് അതിൻ്റെ അടിത്തറ. എല്ലാ മദ്യപാനം അതിന് ശക്തി കൂട്ടുന്നു. മദ്യപാനവും ലഹരി ഉപയോഗവും ആണുങ്ങളുടെ എന്താ പറയുക, അവർക്ക് അറ്റാക്ക് ചെയ്യാനുള്ള വീര്യം കൂട്ടുന്നു.
ഈ ജയിലിനകത്ത് അജിതേച്ചി ഉണ്ടായിരുന്നപ്പോൾ 100 വാര ഉള്ള ഒരു തുണി നെയ്താൽ കിട്ടുന്ന 3 രൂപയെക്കുറിച്ച് പറയുന്നുണ്ട് അതിനകത്തുനിന്ന്. ഇപ്പം ജയിലിനകത്തെ തന്നെ കൂലിയെ സംബന്ധിച്ച് ജയിലിനകത്ത് പല മനുഷ്യരുണ്ടാവും, ഒരുപാട് മനുഷ്യാവകാശ പോരാട്ടങ്ങളും മറ്റുമൊക്കെ നടത്തിയിട്ടുള്ള ആളുണ്ടാവും, കുറ്റവാളികളുണ്ടാവും. അപ്പോൾ അതിനകത്തെയും കൂടി പരിഗണിച്ചുകൊണ്ട് കൂലി കൂട്ടുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ നിയമം വരുന്നു. എന്നാൽ അതിനകത്ത് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ജയിലിനകത്ത് ആ ചൂഷണത്തിനെ കുറിച്ച്. എങ്ങനെയാണ് അതിനെയൊക്കെ കാണുന്നത്? ആ ജയിലിനകത്തുള്ള അത് വളരെ തുച്ഛമായ കൂലിയാണ്. പിന്നെ ഞങ്ങൾ ചെലവ് മുഴുവൻ അവരെടുക്കുന്നതല്ലേ എന്നുള്ളതായിരിക്കും ഗവൺമെന്റിന്റെ കൺസെപ്റ്റ്. അവരോട് കാണിക്കേണ്ട നീതിയെ കുറിച്ചാണ്. അതിനകത്ത് പലതരത്തിലുള്ള മനുഷ്യന്മാരുണ്ട്. മിനിമം മാന്യമായ കൂലി കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഇപ്പൊ പലരും പറയുന്നുണ്ട് ഇപ്പത്തെ കൂലി വർധന അത് എന്തുകൊണ്ട് ആശാ വർക്കേഴ്സിന് കൊടുത്തില്ല, അതൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ. അപ്പം അതിൻ്റെ ഒരു നീതിശാസ്ത്രം എനിക്ക് അതിലേക്ക് അങ്ങോട്ട് ആഴത്തിൽ ചിന്തിക്കേണ്ടി വന്നില്ല, അതുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷെ അത് ശരിക്കും കൂലി വർധന വേണമെന്നുള്ളതിലേക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അതെല്ലാ ഇടങ്ങളിലും അല്ലേ? അതെ, ആശാ വർക്കേഴ്സിനും വേണം, എല്ലാവർക്കും വേണം. അജിതേച്ചി എന്ന ഒരാൾ ഉണ്ടാകുന്നതിന് അമ്മയും അച്ഛനും കാരണമായിട്ടുണ്ടാകും. അമ്മയെക്കുറിച്ച് എന്തെങ്കിലും പറയും? അമ്മ എന്ന് കേൾക്കുമ്പോൾ തോന്നുന്ന ഫീലിങ്സ്. അമ്മയ്ക്ക് എൻ്റെ മനസ്സിൽ അമ്മ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു, അതേസമയം വളരെയധികം സ്നേഹമുള്ളൊരു സ്ത്രീയായിരുന്നു. ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ അമ്മയുടെ 100ാം ജന്മദിനം കഴിഞ്ഞ ഒക്ടോബർ 25-ന് കോഴിക്കോട് ടൗൺ ഹാൾ വെച്ച് നടന്നു. ഫ്രണ്ട്സ് ഓഫ് മാ എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട്ടുള്ള ഒരു കൂട്ടം ഡോക്ടർമാർ, ഡോക്ടർമാർ മാത്രമല്ല ഒരുപാട് സാമൂഹിക പ്രവർത്തകർ ഒക്കെ ചേർന്നുകൊണ്ട് നടത്തി. അതിൽ അത്രയും പിന്നെ ഒരു സന്തോഷം തന്ന ഒരു പ്രോഗ്രാം അടുത്ത കാലത്തൊന്നും എനിക്കുണ്ടായില്ല. എൻ്റെ അമ്മയെപ്പറ്റി ഉള്ള, അതായത് അമ്മ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കരുത്തായിരുന്നു. അമ്മ കൂടെ ഉണ്ട്, അമ്മ കുടുംബത്തിലുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ വിവാഹ ജീവിതത്തിന് താങ്ങായിട്ടുണ്ട്, എൻ്റെ കുട്ടികൾക്ക് താങ്ങായിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് വലിയ സ്ട്രെങ്ത്തായിരുന്നു. വീട്ടിലിട്ടെറിഞ്ഞ് പോവുമല്ലേ ഞാൻ ഓരോ കാര്യത്തിന്. അന്നേരം എന്തായാലും വീട്ടിലെ കാര്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. അമ്മ വീട്ടുജോലികൾ ചെയ്യുന്നല്ല, അവിടെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്നാൽ പോലും മൊത്തം ഓവറോൾ ഒരു സ്നേഹം ആകുമ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പം സ്നേഹമുള്ള അമ്മ ഉണ്ടാവുന്നത് ഞാൻ ഉണ്ടാവുന്നതിന് പകരമാണ്. അപ്പോൾ ആ തരത്തിൽ ഇപ്പോൾ യാക്കൂക്കാണ് ഞങ്ങൾ തമ്മിൽ ഏള ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും അധികം സാന്ത്വന നൽകിയിരുന്നത് അമ്മയായിരുന്നു. അപ്പോൾ ഈ തരത്തിൽ എൻ്റെ ജീവിതം കുറേയൊക്കെ സ്മൂത്തായിട്ട് പോകാൻ എൻ്റെ അമ്മ തന്നെയാണ് എനിക്ക് കരുത്തായിട്ടുണ്ടായിരുന്നത്. ആദ്യവും ഞാൻ ജയിലിലുള്ളപ്പോഴും എൻ്റെ അമ്മ തന്നെയാണ് എനിക്ക് മനക്കരുത്ത് തന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഓരോ ഈ കത്തുകൾ വായിച്ചിട്ട് ആണ് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവലുണ്ട്. ഞാൻ സന്തോഷമല്ലെങ്കിലും നിരാശയൊക്കെ ഉണ്ടാവും, സ്വാഭാവികമല്ലേ. പക്ഷെ ഈ കത്ത് പക്ഷെ കിട്ടാതെയായി എമർജൻസി പീരീഡിൽ. അവര് കത്ത് തരാതെയായി. എമർജൻസി പീരീഡ് ഇതൊക്കെ പ്രശ്നമായിരുന്നു. അമ്മ ജയിലിനാണ്, കണ്ണൂർ ജയിലിനാണ് എഴുതുന്നത് തിരുവനന്തപുരം ജയിലിലേക്ക്. അതാണ് ഇങ്ങോട്ട് പോരാത്തത്. കണ്ണൂർ ജയിലിന് അയച്ചാലും ഒരു തിരുവനന്തപുരം ജയിലിന് കുറെ പിടിച്ചു വെച്ച്. അപ്പോൾ അങ്ങനെയൊക്കെ അമ്മയും അച്ഛനും. ഈ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ അമ്മയെ ലോകം തിരിച്ചറിഞ്ഞതിന്റെ ആഹ്ലാദമാണ് ഇപ്പം പങ്കുവെച്ചത്. അച്ഛൻ ഇതുപോലെ തിരിച്ചറിയപ്പെട്ടിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അച്ഛനെ കുറിച്ച് പറയൂ. അച്ഛനെ തിരിച്ചറിയപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞത് ഒരു പരിധിവരെ ശരിയാണ്. അപ്പം കേരളത്തിലെ നക്സൽബാരി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് അച്ഛൻ. പിന്നെ അച്ഛൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ തുടക്കം ഞങ്ങൾ തന്നെയാണ്. അച്ഛൻ നിർണയിച്ച അജിത എന്ന് ചോദിച്ചാൽ അച്ഛനും കൂടി നിർണയിച്ച അജിതേച്ചി അങ്ങനെ പറയണ്ട, അച്ഛൻ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ശരിയാണ്. അപ്പോൾ അങ്ങനെയൊരു ഞാനും അച്ഛനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്, എനിക്ക് അച്ഛൻ പറയുന്നത് വേദവാക്യായിരുന്നു. ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യില്ലായിരുന്നു. അച്ഛൻ പറയുന്നത് ശരിയാ. ഓർമ്മക്കുറിപ്പ് പോലും അച്ഛൻ പറഞ്ഞിട്ടല്ലേ എഴുതുന്നത്? എഴുതുന്നത് അങ്ങനെയാണ്. അച്ഛൻ ത്രൂ ഔട്ട് ഇത് വായിച്ചിട്ടുണ്ട്.
അവസാനത്തെ ചാപ്റ്റർ വരെ അച്ഛൻ അച്ഛൻ വായിച്ചിട്ടാണ് അച്ഛൻ മരണത്തിലേക്ക് പോകുന്നത്. അതേച്ച് ഒരിക്കലും ഈ അടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിരുന്നു, സ്ത്രീ അടിസ്ഥാനപരമായിട്ട് കുടുംബത്തിനകത്ത് നിന്ന് തന്നെ അവൾ ഒരു വിവാഹത്തോടുകൂടി ഒരു കുങ്കുമം തൊടുന്നതോടുകൂടി തന്നെ അവർ അടിമയാക്കപ്പെട്ടത് അതുപോലും തിരിച്ചറിയുന്നില്ല എന്ന്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് എൻ്റെ കൺസെപ്റ്റാണ്. നമ്മൾ ഒരാളെ കല്യാണം കഴിച്ചു എന്നതുള്ളതുകൊണ്ട് ഇപ്പം എന്താ പറയുക, ഈ കുങ്കുമം തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്കൊരു ഓണറുണ്ട് എന്നാണ്. അത് നമ്മൾ ഡിക്ലെയർ ചെയ്യുക ലോകത്തോട്, എനിക്കൊരു ഓണറുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഐഡൻറ്റിറ്റി കളയല്ലേ, നമ്മുടെ സ്വാതന്ത്ര്യം കളയല്ലേ. നമ്മളതൊരു സ്റ്റൈലാക്കി കൊണ്ടു നടക്കുക. സൗന്ദര്യമല്ല, അതല്ല, ഞാൻ ഇന്നാളെ ഭാര്യയാണ്, അതിലാണ് അഭിമാനം. ഞാൻ ഇന്ന ആളാണെന്നുള്ളതല്ല അഭിമാനം. ഒരു പക്ഷേ ഇനിയും തുടരേണ്ട ഒരുപാട് പോരാട്ടങ്ങളുണ്ട്. അതിനകത്ത് സഞ്ചാരം അല്ലെങ്കിൽ ആ പോരാട്ടം തുടരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഒരു കാര്യം ഓർമ്മിപ്പിക്കണം, എനിക്ക് 75 വയസ്സായി, പല രോഗപ്രശ്നങ്ങളും ഉണ്ട്. അത് എൻ്റെ ആരോഗ്യം സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ കഴിയുന്നത്ര പോരാട്ടങ്ങളിൽ ഉണ്ടാവും. അത്രേ പറയാൻ പറ്റുള്ളൂ. എന്നാലും മാനസികമായി ലോകത്തോട് അത് തന്നെയാണ് ഭാവിയിൽ ജനിക്കാനിരിക്കുന്നതും ഇപ്പോൾ തുടരുന്നതുമായിട്ടുള്ള മനുഷ്യന്മാർക്കൊക്കെ വലിയ കരുത്താണ്. ഈ പേര് തന്നെ കേൾക്കുമ്പോൾ വലിയ ഊർജം മലയാളിക്കുള്ള ഒരു പേരാണ് കെ അജിത എന്നുള്ളത്. എന്തായാലും ഞങ്ങളോട് ഇത്രയും നേരം ഇരുന്നതിൽ വലിയ സന്തോഷം. താങ്ക്സ്.